നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാകുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്. ബന്ധങ്ങൾ രണ്ടു തരമാണ്. ഒന്ന് സ്നേഹം മാത്രം നൽകും, മറ്റൊന്ന് അനുഭവം നൽകും. സ്നേഹം നൽകുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മയിലും കൊണ്ടു നടക്കണം. സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയവും ആത്മാർത്ഥമായ മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങളെന്നും സ്നേഹത്തോടെ നിലനിൽക്കും. ഒന്നും ഒന്നിന്റെയും അവസാനമല്ല, പലതിന്റെയും തുടക്കമാണ്. അസ്തമയം അവസാനമല്ല, നാളെയുടെ തുടക്കമാണ്. എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിൽ ആണെങ്കിലും ഒരിക്കലും മടുത്തു പിന്മാറരുത്. ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ്. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക. അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം. തേളിനെ പോലെയാണ് ചിലർ. തട്ടിയാലും തലോടിയാലും കുത്തി നോവിക്കും. അവരുടെ നന്മയ്ക്കായി നീട്ടിയ കൈകളെ പോലും കുത്തി നോവിക്കുക എന്നത് അവരുടെ ജന്മപ്രകൃതം തന്നെയാണ്. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. മൂടൻ എപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നും. അവന്റെ ബാലിശ്യമായ ആഗ്രഹങ്ങളിൽ ഒരിക്കലും അവസാനിക്കുകയുമില്ല. ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല. ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു. ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഉയർന്ന ചിന്താഗതിക്കാരായിരിക്കും. ജീവിതം ചെറുതാണ്, സമയം പരിമിതമാണ്. അതിനാൽ ആളുകളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്കായി ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.